തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന നിലപാടിൽ ഉറച്ച പ്രതിപക്ഷ പാർട്ടികൾ ഫലമറിയാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സത്യവാങ്മൂലം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണുന്നതിന് ഒരാഴ്ചയോളം സമയം വേണ്ടിവരുമെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സങ്കീർണമാകുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഫലമറിയാൻ 5 ദിവസം കാത്തിരിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണ് എന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. എൻ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കളാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരെ അധികമായി നിയോഗിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ 50% വിവിപാറ്റ് എണ്ണിത്തിട്ടപ്പെടുത്താനാകും. 33% രസീതുകൾ 2 ദിവസത്തിനുള്ളിൽ എണ്ണിത്തിട്ടപ്പെടുത്താനാകുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ അവകാശപ്പെടുന്നു. സത്യവാങ്മൂലം സുപ്രീം കോടതി നാളെ പരിഗണിക്കും. KP അഭിലാഷ്, News 18, ഡൽഹി. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലി ഇന്ന്. ദേവ്ബന്ദിൽ നടക്കുന്ന റാലിയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, BSP അധ്യക്ഷ മായാവതി, RLD നേതാവ് അജിത് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. സഹാറൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ദേവ്ബന്ദ്. ഏപ്രിൽ 11-നാണ് സഹാറൻപൂർ ഉൾപ്പെടെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ്. BSP നേതാവ് ഫസ്ലുർ റഹ്മാനാണ് സഹാറൻപൂരിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂരിഭാഗം നിയമസഭാ സീറ്റുകളിലും ജയിച്ചത് BJP ആയിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലി. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൊപ്പമാണ് മമതയെന്ന് മോദി ആരോപിച്ചു. കൂച്ച് ബിഹാറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ബംഗാളിന്റെ വികസനത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് മമത. ശാരദ റോസ് വാലി ചിട്ടി തട്ടിപ്പുകളിലൂടെ മമതാ ബാനർജി ബംഗാളിനെ കളങ്കപ്പെടുത്തിയെന്നും മോദി പറഞ്ഞു.